Welcome to Superstar Junior. Powered by Nirapara, presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ. And നമുക്ക് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. സോ രജത്, അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ ഉണ്ട്, നമ്മളെല്ലാവരും റെഡിയാണ്. ഇന്നത്തെ ഡേയിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ജൂലൈ 24 വേൾഡ് പേരൻസ് ഡേ ആണ്. അപ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അതെ, നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസം എന്നുള്ളതാണ്. അതെ, അതേ പറഞ്ഞ ഓർക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മള് മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് പാരന്റ്സിനും കൂടിയിട്ടില്ല. നമുക്ക് വി ആർ ആസ്കിംഗ് യു ആസ് എ parent, how do you rate yourself? I love kids, so I've always been a very hands-on parent. എൻ്റെ രണ്ട് കുട്ടികളും ജനിക്കുന്ന സമയത്തും പോലും ഞാൻ അവിടെ ഡെലിവറി റൂമിലുണ്ടായിരുന്നതാണ്. സോ ഇപ്പോൾ അമയ ഹൂസ് 7 years മിസ്സസ് മീ എ ലോട്ട് മോർ. പക്ഷേ ചെറിയ ആൾ ഓൾറെഡി 10 മാസത്തിൽ തന്നെ ഞാനൊരു ചുമ്മാ ഒരു തൊപ്പി വെച്ച് വന്ന് അല്ലെങ്കിൽ ഒരു ബാഗ് എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ തന്നെ ഇപ്പോൾ കരയാൻ തുടങ്ങും. സോ മേ ബി ഹി ഡസൻറ്റ് റിയലൈസ്, but he still starts crying. So being away from them is very difficult always. എന്നാലും അപ്പോൾ പണ്ട് എൻ്റെ സുജിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അപ്പോൾ ഞങ്ങളെ എന്താണ് ഫാമിലിയോടെ മൊത്തം അപ്രൂവ് ചെയ്ത്, അതായത് പ്രോഗ്രാംസ് എന്താണ് ചിലപ്പം യൂറോപ്പ് അങ്ങനെ അമേരിക്ക എന്നൊക്കെ 1.5 മാസമൊക്കെ ആയിരിക്കും, സ്കൂളിൽ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് കൊണ്ടുപോകും. അതൊരു അങ്ങനെ അത്ര അഡ്വൈസബിൾ കാര്യമല്ല, പക്ഷേ എന്താണ്, പക്ഷേ എൻ്റെ ഫാമിലിയിൽ അത് അലൗഡ് അല്ല, കുട്ടികളെ സ്കൂളിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ. അതും എസ്പെഷ്യലി ഇപ്പോൾ LKG ഫസ്റ്റ് ഗ്രേഡൊക്കെ ആണെങ്കിലും പോലും. സോ ഞങ്ങൾ അപ്പനെ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും, എൻ്റെ ചേട്ടൻ വിനോദമായാലും അനിയൻ വിശാലായാലും, ഞങ്ങൾ 3 പേരെയും പ്രോഗ്രാംസിന് കൊണ്ടുപോകും, അമ്മയും ഞങ്ങളെല്ലാവരും. സോ അങ്ങനെ മിസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഐ ഗെസ് മൈ കിഡ്സ് ഡു മിസ് മീ എ ലോട്ട് ബിക്കോസ് ഐ കീപ് ട്രാവലിംഗ് എ ലോട്ട് ആൻഡ് it's okay. I mean, they'll eventually understand. Hopefully they'll forget. Yes, sure, adu orpana. Thank you so much. So Sujata ji, you are a good parent ennulla ellavarkum ariyam because everyone knows Shweta, but still we are asking you, how do you feel? I think more than a parent, ഞാനൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഫ്രണ്ട്സാണ്. എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കാവുന്ന ആൾക്കാരാണ്. ഈവൻ എല്ലാ ജോക്സും അങ്ങനെ ഒരു മോളാണെന്നൊന്നുമില്ല, ഞങ്ങൾ അത്ര ഫ്രീ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ദ പേരൻറ്റ് ശ്വേത എന്നും പറയാം, കാരണം ഞങ്ങളാണ് അവിടുത്തെ കിഡ്സ്. അഭിപ്രായമൊക്കെ ശ്വേത എടുത്ത് ചോദിച്ചാൽ ഷീ ഗിവ്സ് എ മെച്ചുവേർഡ് ഒരു ഡിസിഷൻ തരും. സോ ഐ തിങ്ക് ആസ് എ പേരൻറ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്വേതയുടെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ വയസ്സിൽ. അവൾ കൊച്ചായിരിക്കുമ്പോൾ അതിന് സംടൈംസ് ഐ ഫീൽ ഗിൽറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കരിയർ എന്ന് പറഞ്ഞ സാധനവും ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് പബ്ലിക്കിൻ്റെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പാട്ടിന് വേണ്ടി അലഞ്ഞു നടന്ന സമയങ്ങളിൽ അത് മിസ് ചെയ്തു. പക്ഷേ ഒരിക്കലും ശ്വേതയെ അത് ഒരു നാനിൻ്റെ അടുത്തോ അങ്ങനെ ആക്കിയിട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് നല്ലൊരു അമ്മയുള്ളതുകൊണ്ട് അമ്മ എന്നെക്കാട്ടും സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. സോ ഐ തിങ്ക് I am a pretty good, we are very good parents. So that's a very lovely parent here. Thank you so much. Very sweet. And yes, Stephen Chetta. ഞാൻ ഇതുവരെയും അറിയാത്തൊരു ലോകത്തേക്കാണ് എൻ്റെ മോൻ വന്നപ്പോൾ ഞാൻ പോയത്. ഞാൻ ഇത്രയും ആണെന്ന് എനിക്ക് കുട്ടികളെ ഇതേമാതിരി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ വേണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കുട്ടി ഉണ്ടായത്. സോ അത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ ഒരു അച്ഛൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന. പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്തണം, എങ്ങനെയെങ്കിലും അന്ന് വൈകുന്നേരം ഞാൻ പോവും, അല്ലച്ചാൽ രാവിലത്തെ ഫ്ലൈറ്റിൽ പോവും. പിന്നെ എൻ്റെ മോന് എന്നെയെന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ വന്നാൽ പിന്നെ എൻ്റെ വേറെ ആരുടെ കൂടെ പോവില്ല, എൻ്റെ ഒക്കത്തന്നെ എങ്ങനെ ഇരിക്കുള്ളൂ. അവന് 1 വയസ്സുള്ളൂ. അവനെ കൊണ്ടേ ഇരുത്തി, അവനാണെങ്കിൽ എന്നെ തീരെ വായിപ്പിക്കാൻ വിടൂല. അവൻ്റെ മുകളിലിരിക്കണം, പിന്നെ കീൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുക, അതിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും. എന്നാലും ഞാൻ എൻ്റെ പ്രാക്ടീസ് അതിലെ കൂടെ ഞാൻ ചെയ്യും, സൈഡിൽ കൂടെ ചെയ്യും. പക്ഷേ എന്തൊക്കെ എൻ്റെ പ്രാക്ടീസ് തെറ്റിയാലും ഇല്ലെങ്കിലും there is nothing like to be a father.
എൻ്റെ ജീവിതത്തിൽ. സോ ഐ എൻജോയ് ദാറ്റ് സോ മച്ച് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്ലെസ്സിങ്. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ ചേട്ടാ. ഈ ടൈമിൽ ഒരുപാട് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതുമാണല്ലേ. ഇപ്പോൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഒരുപാട് സ്ഥലത്ത് കാണും, നമ്മൾ വായിക്കുന്നു. അത് ഞങ്ങളുടെ 3 പേരുടെയും സൈഡിൽ നിന്ന് പറയാ, അവരുള്ള ആ ദിവസങ്ങൾ അവരുടെ കൂടെ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുക. അത് അവരെ കിട്ടാതെ വരുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ആ വിഷമം അറിയാം. സോ എൻജോയ് യുവർ പേരൻസ്. ആ അമ്മ അച്ഛാന്ന് വിളിക്കുന്ന ആ സുഖം അത് വേറെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ലോകത്ത് എവിടെയാണെങ്കിലും കുറച്ച് 2 മിനിറ്റെങ്കിലും അച്ഛനമ്മമാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. ഇപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, അഞ്ജലി വേറെ ഫാമിലിയാണ്. അഞ്ജലി ജിത്ത് എത്രയും പെട്ടെന്നൊരു പാരന്റ് ആവാൻ ഞാൻ ആശംസിക്കുന്നു. അതെ, അഞ്ജലി എന്താ പറയുക, ആൻഡ് ബാലു ഒരു പക്ഷേ അടുത്ത പാരന്റ്സ് ഡേ ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ അഞ്ജലിക്കും അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റട്ടെ. രജത്തിനും ഞാനിത് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ. ഇല്ല, ഞാനത് എപ്പോഴോ പറഞ്ഞിരിക്കുന്നു. ഐ എം ഓൾവേസ് എന്താ സിംഗിൾ എന്നുള്ള കാര്യം എത്ര പക്ഷേ എടുത്ത് വിഷമം കൊണ്ടാ പറയണേ. രജത് എന്തായാലും സിംഗിൾ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് മതി ഈ സ്റ്റാറ്റസ്. ഓക്കെ, ഐ ഓപ്പണിംഗ് ആയിരുന്നു. താങ്ക് യു. സോ അഞ്ജലി, അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കിടക്കാലോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. സൂര്യകിരൺ. സൂര്യകിരൺ ഓടിച്ചാടി എന്തത്? വേഗം പാടിയിട്ട് പോകാൻ വല്ല ധൃതി ഉണ്ടോ? പാടാനല്ല, എന്താ പറയാ, എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. അപ്പൊ എന്തായാലും വേഗം നമുക്ക് പാട്ട് നോക്കാം അല്ലേ? സോ റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഇളയരാജ ഹിറ്റ്സ്. മോനെ, അപ്പൊ ഇളയരാജ ഹിറ്റ്സിൽ ഏത് പാട്ടാണ്? കാതലോകം എന്ന ഫിലിമില് പൂവിൽ വണ്ട് എന്ന് പറഞ്ഞ സോങ്. ഭയങ്കര ക്ലാസിക്, എന്താ പറയുക, നൊസ്റ്റാൾജിക് സോങ് ആണ്. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ബാക്കി എന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ മോന്? പാടി തരാൻ അറിയോ? SPB സർ അറിയാം. ലിറിക്സ് ആരാന്നറിയോ? വൈരമുത്തു സാർ. കുഴപ്പമില്ല, നാഷണൽ അവാർഡ് വിന്നറാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. നല്ലൊരു മെലോഡി സോങ്ങുമായി നന്നായി പാടൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാനാട് പോടും വണ്ടുകൾ സംഗീതം പാടും. പൂവിനം മാനാട് പോടും വണ്ടുകൾ സംഗീതം പാടും. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും.
മാനാട് പോടും വണ്ടുകൾ സംഗീതം പാടും പൂവിൽ വണ്ട് കൂടും കണ്ടു പൂവും കൺകൾ മൂടും ദം 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 ദം. സൂര്യ എന്തോ എന്താ സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. അതെ. പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് സൂര്യ എന്തായാലും ഇത് തകർത്തിട്ടുണ്ട്. വെരി നൈസ്. താങ്ക് യു. നന്നായി അപ്പൊ പാടി. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. യെസ് സുജാത ചേച്ചി. സൂര്യ മാം അസലായി പാടി മോനെ, താങ്ക് യു മാം. നല്ലോണം പാടി. എനിക്ക് സെക്കൻഡ് ചരണം വലിയ ഇഷ്ടമായി. സെക്കൻഡ് ചരണം ആ ഒരു ഭാവം ഒക്കെ നല്ലതായിരുന്നു. ഫസ്റ്റ് പല്ലവിയിൽ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ചരണത്തിൽ ആ ഒരു സംഗതി കൊണ്ട് നിർത്തിയിട്ട് താഴത്തേക്ക് വരില്ല, അവിടെയും കുറച്ച് സ്ലിപ്പായി. ഇൻ ടോട്ടൽ ആസ് ഹി സെഡ്, മോൻ്റെ ഏറിയാണ് ഈ പാട്ട്. യു ആർ കംഫർട്ടബിൾ ഇൻ സിംഗിങ്. എനിക്ക് സെക്കൻഡ് ചരണം വലിയ ഇഷ്ടമായി. താങ്ക് യു മാം. ശരി മോനെ. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ, നീയാണോ ഈ സോങ് സെലക്ട് ചെയ്തത്? കൃഷ്ണൻ സർ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? ആ നിന്റെ ജോൺട്ര എന്നുള്ളത് ആയതുകൊണ്ട് നീ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് പാടാമായിരുന്നു ചില സ്ഥലത്ത്. അത് ആ പല്ലവിയൊക്കെ സുരേഷ് ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു ശ്രുതിയൊക്കെ. ബട്ട് അതർവൈസ് നന്നായിട്ട് പാടി. ഓക്കെ. ആൻഡ് ഈവൻ പറഞ്ഞ പോലെ ആസ് സോങ് പോകും തോറും നീ കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അത് അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ശ്രുതി ഇങ്ങനത്തെ ഒരു സോങ് എസ്പെഷ്യലി തുടക്കം ആലാപ്പ് വെച്ചൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ശ്രുതി ഹാസ് ടു ബി പക്ക. ഓക്കെ. അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഇവൻ്റെ നിനക്ക് എത്ര വയസ്സാണ്? 12 13 13. അപ്പോൾ അവൻ്റെയും വോയിസ് പതുക്കെ ഇനി അല്ലേ ചേഞ്ച് ചെയ്യുന്നു. ഐ തിങ്ക് അതുകൊണ്ട് റേഞ്ചിൻ്റെയും താഴെയും മുകളിലും ഒക്കെ കുറച്ചൊന്ന് ഇതാവുന്നു. അപ്പോൾ താഴെ പോകുമ്പോഴൊക്കെ കുറച്ചൊരു സ്ലൈറ്റ് ഡിഫിക്കൽട്ടി ഉണ്ട്, പക്ഷെ എന്നാലും അത് അറിയുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഹൈ പോകുമ്പോഴും കുറച്ച് ഇതുണ്ടാവും. സോ അത് ജസ്റ്റ് ബി കെയർഫുൾ ഓഫ് ദ ശ്രുതി മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ആൻഡ് യുവർ എക്സ്പ്രഷൻ ആൻഡ് ഗമകങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. സൂര്യകിരൺ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായടാ. താങ്ക് യു സർ. നീ എൻ്റെ താടി കണ്ടിട്ട് പേടിച്ചോ? എൻ്റെ മുഖം മാറിയപ്പോൾ. നിന്റെ ജോൺഡ്രെ ആണിത്. ദാറ്റ് ഈസ് യുവർ സ്ട്രോങ് പോയിന്റ്, വിച്ച് അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണൊരു ഇതാണ്. ഈവൻ സിമ്പിൾ പാട്ടും നിനക്ക് ആ ഒരു ലയത്തിലേക്ക് നീ കൊണ്ടുവരും. ഇതിനോട് കൂടിയിട്ടായതുകൊണ്ട് നിനക്ക് ഇറ്റ് വാസ് ആ ഒരു ടേക്ക് ഓഫും കൊണ്ടുപോകണതൊക്കെ നിനക്ക് ഈസിയാണ്. അതൊരു തരത്തിലൊരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സ്ട്രെങ്ത്ത് അവനുണ്ടാവണം, നല്ലതാണ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഡിസിഷൻ ആക്ച്വലി. നമ്മളെടുത്ത തീരുമാനം. നമ്മൾ ഓക്കെ, എനിക്ക് വെസ്റ്റേൺ ആണ്, ഞാൻ വെസ്റ്റേണിൽ സ്ട്രോങ് ആയി നിൽക്കണം. പക്ഷെ അല്ലാത്തതും ഞാനൊന്ന് ട്രൈ ചെയ്യണം, അത് മാത്രമല്ല. അപ്പം നീ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പാടുമ്പോൾ നിനക്കിതിൽ കൂടുതൽ നിനക്ക് ശക്തി കൂടും. ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ലോ എത്തുമ്പോൾ മാത്രം അവിടെ വന്നില്ല. അത് അവിടെ 2 കമ്പയർ ചെയ്തിട്ട് നീ കറക്റ്റ് ഒരു പിച്ചാണ് പിടിച്ചത്. ലോ എത്തുമ്പോൾ മാത്രം പുഷാവും ആയില്ല, അധികം അങ്ങോട്ട് എറിച്ചില്ല എന്നുള്ളൂ. അല്ലാത്ത പക്ഷം യു ഡിഡ് എ ഫെയർ ഗുഡ് ജോബ് ഫോർ ദിസ്. ഓക്കെ. സോ കീപ് ഇറ്റ് അപ്പ്. പല സ്റ്റൈൽ എടുത്തിട്ട് വരിക, പ്രൂവ് ചെയ്യടാ. അത് നിനക്കെന്താ വെച്ചാൽ നിൻ്റെ തൊണ്ടയിൽ നല്ല വഴങ്ങുന്നുണ്ട് കുറേ കാര്യങ്ങൾ. നല്ല വഴക്കം, ഫ്ലെക്സിബിൾ നിൻ്റെ തൊണ്ടയ്ക്കുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ വേണ്ടാന്ന് നീ തന്നെ വിചാരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇനി നിനക്ക് അതത്ര വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെമി ക്ലാസിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കുറച്ച് അധികമായിട്ട് കേൾക്കുക. അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതൊക്കെ മോൻ്റെ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. സെമി ക്ലാസിക്കൽ മാത്രം മതി എനിക്ക് എൻ്റെ സ്ട്രെങ്ത് അതാണ്. അത് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചാൽ രണ്ടും കൂടെ കലക്കണ്ട. അതെന്തായാലും നിന്റെ ചോയ്സ് ആണ്. ഇപ്പൊ നിനക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അത് മാറ്റി വെക്കാം, അതിനെ പറ്റിയല്ല. പക്ഷേ ഇഫ് യു വാണ്ട് ടു സിംഗ്, കം ഇൻ ടു പ്ലേ ബാക്ക് സിംഗിങ് ഓൾസോ, എസ്പെഷ്യലി ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ വരുമ്പോൾ എല്ലാ പാട്ടും പാടേണ്ട കൊണ്ട് മോൻ ഇത് ഹിയറിംഗ് ഒരുപാട് ഡെവലപ്പ് ചെയ്യണം. ഞാനൊക്കെ അപ്ഡേറ്റഡ് ആണ് ഇപ്പോഴത്തെ പാട്ടുകാർ. ഞങ്ങളൊന്നും ഇപ്പം സിനിമയിലൊന്നും പാടുന്നൊന്നുമില്ല, പക്ഷെ ഐ ലൈക്ക്. കാരണം എന്തൊക്കെയാണ് വരണേന്ന് നമുക്കറിയാം, പുതിയത് എന്തൊക്കെയാണ് നടക്കണേന്ന് എല്ലാം അറിയാം എനിക്ക്. അപ്പോൾ അങ്ങനെ കേൾക്കണം.
കേൾവി ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും. അപ്പോൾ മോന് അത് ചൂസ് ചെയ്യുക. മോന് സെമി ക്ലാസിക്കൽ മോൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും ചിലപ്പോൾ സിനിമയിൽ പാടാൻ പറ്റും. മോന് അങ്ങനത്തെ പാട്ടുകൾ തരും അവർ. ഇപ്പം എത്ര ബോംബെ ജയശ്രീ പാടുന്നുണ്ട്, ശ്രീറാം പാർത്ഥസാരഥി, അവരൊക്കെ ഉഗ്രൻ കർണാട്ടിക് സിംഗേഴ്സാണ്. അപ്പോൾ ഈ ഹരിചരൺ, പക്ഷെ ഹരിചരനൊക്കെ ടോട്ടലി ചാടി, കർണാട്ടിക് സ്റ്റൈലേ വരില്ല. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇവർ പറയണത്. മനസ്സിലായല്ലോ എന്താ പറയണമെന്ന്? അപ്പം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അത് വേറെ കാര്യം, നിന്റെ ചോയ്സാണത്. ബട്ട് എന്നാലും കേൾക്കണം നമ്മൾ, വേറെ വേറെ ആൾക്കാരുടെ ഒക്കെ കേട്ടാലേ നമുക്ക് ഐഡിയാസ് കിട്ടുള്ളൂ. ദെൻ വി ഗ്രോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നന്നായി ചെയ്യുക. എന്തെങ്കിലും ഡിഫറെൻ്റായി ചിന്തിക്കാൻ മനസ്സ് കൊടുക്കുക. ഓക്കെ, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. ഓക്കെ ഓക്കെ ചേക്കരെ, പക്ഷെ നീ ഇത് പ്രൂവ് ചെയ്തു. യു സാങ് വെരി വെൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമുക്ക് മാർക്സ്. ഓക്കെ, സോ വിജയ് ചേട്ടാ. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. വണ്ടുകൾ സംഗീതം പാടും പൂവിനം മാനാട് പോടും. വണ്ടുകൾ സംഗീതം പാടും പൂവിൽ വണ്ട്. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. 8.5. Yes. 25. ഹാപ്പി ആണല്ലോ? ഹാപ്പി. ഓക്കെ, അപ്പോൾ Comments നല്ല ഒക്കെ പെർഫോമൻസ് ആയിട്ട് കേട്ട്, അതെ. കം ബാക്ക്. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ് അത്. കൊടുന്നതിൽ തന്നെ താങ്ക് യു. പേഴ്സണലായിട്ട് പറയാ, നീ ചെറിയ പെങ്ങളാണോന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. അല്ലെങ്കിൽ വേണ്ട. സോ നമുക്ക് സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ശിവാനി. ശിവാനി. രജത്. Yes. ഇതാരാണിത്? എവിടെ നിന്ന് വന്നു? അതെ, എന്താണ് ശിവാനി കിട്ടിയ ഒരു കൗബോയ് ടച്ചിലൊക്കെ ആണല്ലോ. ഹാറ്റൊക്കെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബൂട്ട്സ് ആണ്. അതെ, അടിപൊളിയായിട്ടുണ്ട്. വേണോ അഞ്ജലിക്ക്? വേണോ? അത് അല്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ട് തരും. അതെ, പാട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഓക്കെ, അപ്പോൾ അത് മേടിക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട്സ് നോക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ശിവാനിക്കുട്ടി ചേട്ടാ. അപ്പൊ ഫാൻസും കാര്യങ്ങളൊക്കെ ആണ്. അതെ, എനിക്ക് വയ്യ. അപ്പൊ ഫാൻസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം അല്ലേ? യെസ്, പറയൂ. ഞാൻ ബൈജു സി ആചാര്യ എന്നാണ് പേര്. ഓക്കെ, കൊല്ലത്താണ് വരുന്നത്. കൊല്ലം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ മൂലമറ്റം സെൻറ് ജോസഫ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മുടെ ശിവാനിക്കുട്ടിയുടെ ഏത് പെർഫോമൻസിലാണ് ഇത്രയും ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലാണ് ശിവാനിയെ ശരിക്കും പരിചയപ്പെടുന്നത്. അന്ന് ആ സമയത്ത് നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചു, ഒരു പ്രോഗ്രാം വെച്ചു. ആ സമയത്ത് പ്രോഗ്രാം ചെയ്തു. അന്നാണ് ശരിക്കും ശിവാനിയുടെ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്ന, സോങ്സ് ഒക്കെ കേൾക്കുന്നത്. അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 പ്രോഗ്രാംസ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ശിവാനി. ചേച്ചിയുണ്ട്. ഹലോ, എന്താണ് പേര്? എൻ്റെ പേര് സരിത. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞതുപോലെ ഒരു ചാരിറ്റി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ശിവാനിയെ പരിചയപ്പെടുന്നത്. ശിവാനിയുടെ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്. ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കണ്ട പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പല പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഇളയരാജ ഹിറ്റ്സിൽ വന്നതും അങ്ങനെയായിട്ട് പല പാട്ടുകളും, മിക്ക എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് ശിവാനിയുടെ. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൽ, നിങ്ങളുടെ ഈ ഫാൻസ് ചോയ്സ് റൗണ്ടിൽ ഏത് പാട്ടാണ് ശിവാനിക്കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്? നമ്മൾ യായിരെ എന്ന് പറയുന്ന സോങ് ആണ് കൊടുത്തിരിക്കുന്നത്. രംഗീല. അതെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താ അല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെയിറ്റ് ചെയ്യണ്ട, തുടങ്ങന്നെ. ഓക്കെ, ഡാൻസേഴ്സ് ഒക്കെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.
चले याए रे मिलके तू मचाए रे चल मेरे संग संग हिले दुनिया के रंग हो जा रंगीला रे रंग रंग रंगीला रे याए रे जोर लगा के न चले याए रे मिलके तू मचाए रे चल मेरे संग संग हिले दुनिया के रंग हो जा रंगीला रे रंग रंग रंगीला रे इतने चर में अपने चर की पहचान ओहो बड़े बड़े नामों में अपना भी नामो निशान ओहो पहचान ओहो चीन में पड़ता क्या बात हो कुकू दिल मेरा और गई रात हो कुकू हर गई बस खुशी साथ हो याए रे जोर लगा के नाच रे याए रे मिलके तो मचाए रे चल मेरे संग संग हिले दुनिया के रंग हो जा रंगीला रे रंगीला रे अरे यारो मेरे पास तो आओ मेरे मुश्किल दूर भगाओ कैबिट बोले मैं मिठाओ अमूल बोले मैं मिठाओ हॉर्लिक्स बोले मैं अच्छाओ कॉम्प्लेन बोले मैं अच्छाओ कसम में सोचे मैं बचाओ चॉकलेट खाने में टेंशन है दूध पीने में टेंशन है टेंशन 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 कान के है जी उस पर दुनिया के ये रेकर दुनिया के जो जीने के अंदाज को न जाने मत या हाथों पे चांद या तारों में किस्मत को ढूंढे पर खुद में क्या है न जाने खुद पे ही हमको यकी हो कुकू मुश्किल राह की आशा हो कुकू हानुम ही जहाँ हो
എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. അത് കൊണ്ടുവന്നതിൽ തന്നെ താങ്ക് യു. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, ആദ്യം തന്നെ ശരിക്കും ശിവാനിയുടെ അമ്മയുടെ സോറി പറയാണ്. ഇയാളുടെ വോയിസിനൊരു ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് പാടുമ്പോ. ശിവാനിക്കുട്ടി ചേട്ടാ ഹാറ്റും കണ്ണടൊക്കെ എവിടെ പോയി? അടുപ്പി അവിടെ പോയോ? അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ട്. എന്താ ഞങ്ങൾക്കൊന്നും തരാത്തത്? യെസ്. അവിടെ ഒരു ഹാറ്റ് കൊടുത്തു, അവിടെ ഗ്ലാസ്. അതിന് യോഗം വേണം, യോഗം. അതാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടുപേരും കൂടി കാല് വീണ്. ശിവാനി ഷൂരി കൊടുക്കുക, ഷൂരി കൊടുക്കുക. ഓരോ ഷൂ അത് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തു. പാട്ട് കഴിഞ്ഞിട്ട് അത് ഓൾറെഡി 5 ബുക്ക് ചെയ്തു. അതും പോയി. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഉടുപ്പിലിരിക്കുന്ന പിന്നില്ലേ, ആ പിന്നെടുത്ത് എന്താണ് രജിത്തേട്ടന്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കുക. ഓഹോ, നെഞ്ചത്തേക്ക് വെച്ചോ. it's called Ashana, otherwise Ninja or Choleric Porth. Okay. Exactly, you translated my words. Yes, I know it. Okay, so ഈ രംഗീല പെർഫോമൻസിന് ഓക്കെ സുജാത ചേച്ചി ഭയങ്കര ക്യൂട്ടായിരുന്നു മോളെ. താങ്ക് യു ആൻറ്റി. ഇത് എടുത്ത് പറയേണ്ടത് ഇത് പാടിയ ആളെയാണ്. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, ഇങ്ങനെ കൊച്ചു പിള്ളേരിൽ നിന്ന് പാടുന്ന പോലെയായിരുന്നു ആ ജോഷും ആ ആറ്റിറ്റ്യൂഡും. ഹൂഫ്, ആ പാട്ട് കേൾക്കുമ്പോഴിങ്ങനെ കിടിലം ഇങ്ങനെ ഒരുമാതിരി ആവും നമ്മള്. മോൾക്കറിയാം ആശ ഭോസ്ലെ ആരാണെന്ന്? അറിയാ, കണ്ടിട്ടില്ല. അറിയാം, കണ്ടിട്ടില്ല എന്നുള്ളൂ. ഒരു നമ്മുടെ സിംഗിങ് ദിവ എന്ന് തന്നെ പറയാം. എല്ലാം അവർ ഭയങ്കര ആറ്റിറ്റ്യൂഡും ഡ്രസ്സിങ്ങും എല്ലാം ഭയങ്കര സിംഗർ എന്ന് വെച്ചാൽ ഭയങ്കര സിംഗറും ഭയങ്കര കുക്കാണ്. എല്ലാവരും ഒരു മൾട്ടി ടാലൻറ്റഡ് ലേഡിയാണ് ആശാജി. ആ പാട്ട് മോളുടെ വോയിസ് ത്രോയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ലെവലുണ്ടായിരുന്നു. ആ ആശാജി റോങ്കിലാരേ എന്നൊരു എടുക്കുമ്പോൾ ആ ഒരു ഓപ്പൺ ഇതില്ല, അതൊക്കെ കിട്ടി മോള് പാടിയപ്പോൾ. കുറച്ചും കൂടി സസ്റ്റെയിൻ വരായിരുന്നു അത് അരയില്. പിന്നെ അവസാനം തിരിച്ച് സായിലേക്ക് പോണില്ല. അങ്ങനെ വിടുകയാണ്, അതില്ല. എനിക്ക് ഈ പാട്ട് മോള് പാടുമ്പോൾ ഓർമ്മ, ഇത് ഇറങ്ങിയ സമയത്ത് റഹ്മാന്റെ കുറെ ഷോസ് ഞങ്ങൾ അബ്രോഡ് ചെയ്തതിൽ രംഗീലാരെ എനിക്കാണ്. ഒന്ന് ആലോചിച്ചു, ചുരിദാറൊക്കെ ഇട്ട് അനങ്ങാതെ വടിയായിട്ട് നിന്ന് രംഗീല പാടും. ഇപ്പൊ ആലോചിക്കും പയ്യേ ഒരനക്ക നേരെ ഇങ്ങനെ വന്ന് നിന്ന്. അത് കഴിഞ്ഞ് ഇതിന്റെ തമിഴ് വേർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. സോ എനിവേ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആൻഡ് അസലായിട്ട് ചെയ്തു മോള്. താങ്ക് യു ആൻറ്റി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ശിവാനി, ചേട്ടാ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. അത് കൊണ്ടുവന്നതിൽ തന്നെ താങ്ക് യു. അപ്പോൾ കൊണ്ടുവന്നതിൽ ഇവർക്ക് താങ്ക് യു വേണം. ഫാൻസിന് വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ഓഫ് AR എൻട്രിങ് ഇൻ ടു ബോളിവുഡ് അല്ലേ? ഇതിൻ്റെ റാപ്പ് നീ പാടിയായിരുന്നെങ്കിൽ ഒന്നും കൂടെ ക്യൂട്ടായനെ. അതെന്താ പാടാഞ്ഞ്? ഇത്ര എളുപ്പമുള്ള സാധനം, നിന്റെ രൂപത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം അത്. നീ തന്നെ അവിടെ ചേട്ടന് കൊടുത്ത് അറിയോ? ഓക്കെ ഓക്കെ. यारो मेरे पास तो आओ, मेरी मुश्किल दूर भगाओ, चापरी बोले मैं मिठाओ, बोले मैं मिठाओ, हॉर्लिक्स बोले मैं अच्छा हूँ, मैं बोले കോംപ്ലാൻ പോലെ. ആണോ? എന്ത് രസം, എന്ത് ക്യൂട്ടാണ് ഈ പാടുന്നത്. അത് നിനക്കെന്നെ പാടാറുന്നത്. എനിക്കെന്തോ അമൽ റോയ് പാടിയതാണ് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത്. ശരിക്കും ഒരു 5 മാസം കൊച്ചുകുട്ടി പാടുന്നത് അത് ഭയങ്കര ക്യൂട്ടായി പോയി. അവനെ കണ്ടാലും തോന്നും നമുക്കൊരു. അത് ഒറിജിനൽ ആരാ പാടിയെന്നറിയോ ചക്കര? ആദിത്യ ആരാ? ആദിത്യ നാരായണൻ. ഒരു ചേട്ടനാണ്. ഒരു ചേട്ടനാണോ? അതൊരു ലെജൻഡിന്റെ മോനാണിത്. ഉദിത് നാരായണൻ എന്ന് പറഞ്ഞ പാട്ടുകാരന്റെ മകനാണ് ആദിത് നാരായണൻ. അപ്പൊ അത് നന്നായി. സ്റ്റൈല് മൊത്തം എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ മൊത്തം ആറ്റിറ്റ്യൂഡ്, ആ സോങ് എനിക്ക് എപ്പോഴും ശിവാനിയിൽ തോന്നിയതാണ്.
ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ മൊത്തം ടോട്ടാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ആ സോങ് നീ അങ്ങനെ കവർ ചെയ്യും. ആ ഫീൽ അതൊരു കഴിവാണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഒന്നുകൂടി താങ്ക് യു ഫാൻസ് ഫോർ ബ്രിങ്ങിങ് ദ സോങ് ടു ശിവാനി. താങ്ക് യു ജഗര ഫോർ ബ്രിങ്ങിങ് ദ സോങ്. ബൈ. ഓക്കെ, സോ വിജയ് ചേട്ടാ, ഈ കണ്ണാടി തിരിച്ച് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, വേണ്ട വേണ്ട, കുഴപ്പമില്ല. ശിവാനി എന്നോട് പറഞ്ഞു, അത് ഞാൻ എന്തായാലും കണ്ണാടി തന്നതിനും ഇത്രയും ക്യൂട്ടായിട്ട് ഒരു പാട്ട് പാടിയതിന് രജിത്ത് ഇതൊന്ന് ശിവാനി കൊടുത്തേ ക്യാച്ച്. അപ്പോൾ ഇത് വിജയ് ചേട്ടൻ്റെ വക. സൺഗ്ലാസിന് സൺഗ്ലാസിന് എക്സ്ചേഞ്ച് ആണത്. അപ്പോൾ നല്ല അടിച്ചു പൊളിച്ച് പാടി. ഓക്കെ, ക്യൂട്ടായിരുന്നു. വേറെന്താ പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല, നല്ലായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ഡാൻസ് ചെയ്യരുത്. നീ എന്താ ഇങ്ങനെ ഇത്രയും ഡാൻസ് ചെയ്യണത്? ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇവിടുന്ന് കൈ കാണിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കറക്റ്റ് സിംഗിളെ വന്നു. ചേച്ചിമാരൊക്കെ അതന്നെ കളിച്ചോണ്ട്. അതെ, ഇല്ല, അവൾക്കറിയാം, അവള് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്നില്ലായിരുന്നു. എന്താടി? അല്ല, വിജയ് ചേട്ടൻ പറഞ്ഞ ആക്ച്വലി നല്ല പോയിന്റ്. ബിക്കോസ് സാധാരണ ശിവാനെ എപ്പോഴും ഭയങ്കരമായിട്ട് കളിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നീ കളിക്കാത്ത? എവിടെ കളിച്ചു? ഒന്നും കളിച്ചില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യെസ്, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മാർക്സ് അറിയണ്ടേ? ഓക്കെ, വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. चल मेरे संग संग हिले दुनिया के रंग हो जा रंगी. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. रंगीला रे याई रे जोर लगा के नच ले. 8.5 24.5. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ ഹാപ്പി ആവാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഹാപ്പി ആവാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജഡ്ജസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ ഈ റൗണ്ട് എന്താണ്? ഫാൻസ് ഓഡിയൻസ് ചോയ്സ് അല്ലേ? റൗണ്ട്. അവര് ഹാപ്പിയാണോ അറിയണ്ടേ? ചോദിക്കാം. ഓക്കെ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നന്നായിട്ട് പാടി. ഹാപ്പിയാണ് എങ്കിലും കുറച്ചുകൂടി എന്താ പറയാ, അടിച്ചു പൊളിക്കാമെന്ന് തോന്നുന്നു. അടിച്ചു പൊളിക്കാമായിരുന്നു തോന്നുന്നു. അത് വേറെ കൊണ്ടല്ല, കുറച്ച് കാരണങ്ങളുണ്ടേ, അതുകൊണ്ടാണ്. എനിക്കിവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. പറയൂ. ആദ്യം തന്നെ ശരിക്കും ശിവാനിയുടെ അമ്മയുടെ സോറി പറയാണ് പറയുന്നതിന്. ശിവാനിയെ സംബന്ധിച്ച് ഇപ്പൊ ചിരിച്ച് കളിച്ച് നടക്കുവാണ് ആള്. ശരിക്കും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ്. മറ്റൊന്നുകൊണ്ടല്ല, അച്ഛൻ നല്ലൊരു സിംഗറാണ്, നമ്മുടെയൊക്കെ സീനിയറാണ്, ഏറ്റവും നല്ല സൂപ്പർ ഗായകനാണ്. അപ്പോൾ അച്ഛന് സുഖമില്ലാത്ത സമയത്ത് ശരിക്കും വീട്ടിലെ കാര്യങ്ങൾ ശിവാനി പ്രോഗ്രാമിന് പോയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഈ പ്രോഗ്രാമിന് ഈ എപ്പിസോഡ് ഇപ്പോൾ ശരിക്കും സ്പോൺസർ ചെയ്തേക്കുന്നത് ബ്രിട്ടോ ഡൊമിനിക് എന്ന് പറഞ്ഞ കൊല്ലത്തെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതേപോലെ അനിത ടീച്ചർ, അങ്ങനെ പല ആൾക്കാർ ഒരുപാട് സഹായിച്ചിട്ടാണ് ശരിക്കും ശിവാനി ഫ്ലോറിൽ നിൽക്കുന്നത് തന്നെ. താങ്ക് യു സോ മച്ച് ബ്രിട്ടോ ഡൊമിനിക്കും അനിത തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള ഒരു യങ് ടാലന്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനും ഒരുപാട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ശിവാനിക്ക് വേണ്ടി ഒരു ഫാൻസ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു സ്വീകരണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, ശിവാനിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. അതൊരു വലിയ മനസ്സ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പാട്ട് നന്നായിരുന്നു. പിന്നെ കൂടുതൽ പറയാനുള്ള ഒരു ഇതാ. ഓക്കെ, അത് മനസ്സിലായി, കുഴപ്പമില്ല. എന്തായാലും അവര് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ. നിങ്ങൾ ലൈക്ക് എന്താണ് ഇനി നിങ്ങൾ പാടുവോ? നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി അല്ലെങ്കിൽ മോണോ ആക്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കലാപരമായിട്ട്? പാടാറുണ്ട്, മിമിക്രിയും ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഈ വേദിയിൽ പാട്ട് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്. മിമിക്രി ആദ്യമാണ്, നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടില്ല. സോ മിമിക്രി സ്റ്റേജിലേക്ക് വരൂ പ്ലീസ്. അത് ശരി, സഹായിക്കണോ ഞങ്ങള്? ഓക്കെ, ശിവാനിക്ക് ഇത് ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇത് രണ്ടും ഞാൻ എടുത്ത് രജത്തിങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുള്ളൂ. സമ്മതിക്കില്ല? ഓക്കെ, വരും മുമ്പിലേക്ക്. അപ്പോൾ നമ്മുടെ ശിവാനി കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ബൈജു ഏട്ടൻ്റെ ഒരു നല്ല
പെർഫോമൻസ് ആണ്. ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? എന്താണ് സംഭവം? മിമിക്രിയാണ്. മിമിക്രി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിപ്പയർഡ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു 2 സ്റ്റാർ വോയിസ് ആണ്. ഓക്കെ എല്ലാവരും കൈയടി കൊടുക്കൂ. ഓക്കെ മലയാളത്തിൻ്റെ നമ്മുടെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വന്ന് ഇപ്പോൾ അടുത്ത് നായകനായി, പിന്നീട് അടുത്ത് ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു ചെറുപ്പക്കാരൻ, അവിടെ എറണാകുളത്തുകാരൻ ലാലു ലെക്സ്. ഓക്കെ, ലാലു ചേട്ടൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പേഴ്സണലായിട്ട് പറയാ, നീ ചെറിയ പെങ്ങളാണോന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. അല്ലെങ്കിൽ വേണ്ട, ഈ സ്വത്തുക്കളും സാമ്രാജ്യങ്ങളും മോഹിച്ചിട്ട് തന്നെ ഞാൻ വന്നത് പെണ്ണിൻ്റെ അപ്പ. അത് കിട്ടാതെ ഞാൻ പോത്തില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അടുത്തതായി സെയിം അതേപോലെ തന്നെ മറ്റൊരു ലാൽ, അതായത് നടൻ, സംവിധായകൻ, ഇപ്പോൾ ഗായകൻ, നമ്മുടെ സിദ്ദിഖ് ലാൽ കൂടുതലിലെ ലാൽ സാർ. അവൻ ഗംഗാധരൻ്റെ ആരെന്നാ പറഞ്ഞത്? അനന്തരവന അവന് ഞങ്ങൾക്ക് വിട്ടുവന്നത് ഇതൊന്നും പഞ്ചായത്തുക്കുറിക്കല്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ. നീ കൊടുക്കുന്ന ആത്മടപ്പാണ്. Thank you so much. That was really wonderful. Oh, very good. Thank you. ഞാൻ ജസ്റ്റ് വേറെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ 2 എണ്ണം തൽക്കാലത്തേക്ക് വിളിച്ച് ശിവാനിക്കുട്ടിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും. അത് ഈ 2 എണ്ണം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടന്റെ പൊട്ടൻഷ്യൽ എത്ര ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ചക്കരക്കുട്ടിക്ക് വേണ്ടി സ്റ്റേജിൽ വന്നു. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക, ഞങ്ങളും പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചതിന് പ്രത്യേകിച്ച് ഒരു നന്ദി. താങ്ക് യു. എല്ലാവരും സംഗീതത്തിനെ സപ്പോർട്ട് ചെയ്യട്ടെ, ശിവാനിനെ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you so much. Thank you both. So please keep supporting her. Thank you so much. Thank you Shivani. So ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം, ഷാർലറ്റ്. the pink doll. നമ്മുടെ എല്ലാവരുടെ ഡോൾസ് ആണ് തോന്നുന്നത്. എല്ലാവരും ഓരോ പെർഫോമൻസിന് ഭയങ്കര പിങ്ക് ഡ്രസ്സും ഫ്രോക്ക് ഒക്കെ ആയിട്ട് ഭയങ്കര മാച്ചിങ് ഒക്കെ ആയിട്ടല്ലേ? അതെ. ഓക്കെ, ഷാർലറ്റ് മനസ്സിലായി റെഡി ആയിട്ട് കണ്ട് പാട്ട് പാടാൻ അല്ലേ? നമുക്ക് റൗണ്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മദേഴ്സ് ചോയ്സ്. മദേഴ്സ് ചോയ്സ്. സോ അമ്മയുടെ ചോയ്സിലുള്ള പാട്ടാണ് മോള് പാടാൻ പോകുന്നത്. അപ്പൊ അമ്മയോട് ചോദിച്ചു നോക്കിയാലോ നമുക്ക്? അമ്മ പറയൂ, ഏത് പാട്ടാണ് ഷാർലറ്റ് ഇന്ന് പാടാൻ പോകുന്നത്? എന്റെ കാണാക്കുയിൽ എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരേ സ്വരം. ഓക്കെ, അത് എന്താണ്? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ സെലക്ട് ചെയ്യാനായിട്ട്? കാരണം ഉണ്ട്. എന്താണ്, പറയൂ. എന്റെ അമ്മയ്ക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അമ്മയ്ക്ക് വേണ്ടി മൊത്തത്തിൽ ഒരു മദേഴ്സ് ചോയ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി സ്വീറ്റ് സെലക്ഷൻ. അപ്പോ നമുക്ക് എന്തെങ്കിലും കേൾക്കാം. റെഡി അല്ലേ? പക്ഷെ അങ്ങനെ റെഡി ആയിട്ടില്ല. അല്ല, നമ്മൾ ഞങ്ങൾക്കറിയാം ഷാർലറ്റിന് കുറച്ച് സമയം കൂടി വേണം അല്ലേ? നമുക്ക് എല്ലാവർക്കും കുറച്ച് ചെറിയൊരു സമയം വേണം. അതുകൊണ്ട് സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. Something better about your voice and your performance. Welcome back to Superstar Junior powered by Nirapara. So Mother's Choice റൗണ്ടിൽ ഷാർലറ്റ് നമുക്ക് വേണ്ടി പാടുന്നു ഒരേ സ്വരം എന്ന അതിമനോഹരമായ ഗാനം. All the best. All the best. Okay. ഒരേ
പെറ്റ പൂന്തിറ പൂവിതറുമ്പോഴും ജീവനിൽ മൗനവും കൂടുകൂട്ടി. കടൽ പെറ്റ പൂന്തിറ പൂവിതറുമ്പോഴും ജീവനിൽ മൗനവും കൂടുകൂട്ടി. ചക്രവാളങ്ങളിൽ ഒരു നിത്യനൊമ്പരം മാത്രം അലിയാതെ നിന്നു. ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം. ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം. ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോഴും കതിരു കാണാം കിളി തപസിരുന്നു. ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോഴും കതിരു കാണാം കിളി തപസിരുന്നു. ഓർമ്മ തൻ ചില്ലയിൽ ഒരു ശ്യാമപുഷ്പം മാത്രം കൊഴിയാതെ നിന്നു. ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം. ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം. ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം. ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം. ഷാർലറ്റ്, ഷാർലറ്റ് ഭയങ്കര, നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ ഈ പാട്ട് ഭയങ്കര സൂത്തിങ് ആണെന്ന്, അതുപോലെ തന്നെയായിരുന്നു കേൾക്കാനും. ഭയങ്കര സൂത്തിങ് ടു ദി ഇയേഴ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഇനി ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ് അറിയോ? അറിയില്ല. ഈ പാട്ട് നമ്മുടെ ചിത്ര ചേച്ചിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. പക്ഷെ ഇത് മാത്രമല്ല, കൂട്ടത്തില് വേറെ 2 പാട്ടും കൂടി ഉണ്ട്. ഒന്ന് പൂമാനമേ, പിന്നെ ആയിരം കണ്ണുമായി, ആ പാട്ട്. 3 പാട്ടിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ, ചിത്ര ചേച്ചിക്ക്, നമ്മുടെ ഒരു ലെജൻഡറി ചിത്ര ചേച്ചിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിനെ കുറിച്ച് നമുക്കിപ്പോ സുജാത ചേച്ചിയിൽ നിന്നും തുടങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാടിയത്. താങ്ക് യു ചേച്ചി. ഇയാളുടെ വോയിസിനൊരു ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് പാടുമ്പോൾ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിന് പറ്റിയ വോയിസാണ്. പക്ഷെ ഇന്ന് കുറച്ച് വീക്കാണ്. എന്താ, വൈ ആർ യു ലുക്കിംഗ് വീക്ക്? ഭക്ഷണം കഴിച്ചില്ലേ? സത്യം പറയൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം ടയർഡ് ആവും. കുറച്ചും കൂടെ ആഹാരം കഴിക്കൂ, ബ്രീത്തിങ് എക്സസൈസ് കുറച്ചും കൂടെ ചെയ്യൂ. യു ലുക്ക് വേഗം ടയേർഡ് ആവുന്നു. നമ്മൾ കാണുമ്പോൾ ഒരു അങ്ങനെ നിന്ന പാടിന് ഒരു ഒരു ഇന്ന് ചെറുതായിട്ട് തൊണ്ടവേന ഉണ്ടാ. ഓക്കെ, ഇടയ്ക്ക് അങ്ങിങ്ങ് ഫ്ലാറ്റ് ആയിരുന്നു, വിച്ച് യൂഷ്വലി മോൾക്ക് വരാറില്ല. കുറച്ച് ഫ്ലാറ്റ് നോട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ടോട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാടിയത്. കാരണം ഈ പാട്ടിൽ പല്ലവി ഉഗ്രൻ പല്ലവിയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അത് അസലായി പാടി. പിന്നെ എ ജെ ജോസഫ് സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സിനിമയിലധികം ചാൻസ് കിട്ടാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആൽബംസ് ഒരുപാട്, എസ്പെഷ്യലി ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ദാസേൻ്റെ ഒരു ഫേമസ് ആൽബം, അതിൽ യഹൂദിയായിലെ ആ ഫുൾ ആൽബം ഭയങ്കര ഹിറ്റാണ്. അല്ല, ചിത്ര പാടിയിട്ടുണ്ടോ? ഞാൻ പാടിയിട്ടുണ്ടായില്ല. കാവൽ മാലാഖമാരെ, അല കടലും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഭയങ്കര ഹിറ്റ് സോങ്സ് ആണ്. എൻ്റെ ക്രിസ്ത്യൻസ് ഡിവോഷണൽ സോങ്സിലെ ഒരു മെയിൻ ഹിറ്റ്സ് എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇപ്പോൾ നമ്മളെ ഹി ജസ്റ്റ് പാസ്റ്റ് അവേ ലാസ്റ്റ് ഇയർ. സോ ഈ പാട്ടെടുത്ത് നമ്മളെയൊക്കെ എ ജെ ജോസഫ് സാറിനെയും
ചിത്രയ്ക്ക് അവാർഡ് ഫസ്റ്റ് കിട്ടിയ ആ മൊമെൻ്റൊക്കെ മോള് തിരിച്ച് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവന്നതിന് താങ്ക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? ഷാർലറ്റിൻ്റെ ഒരു ചേഞ്ചിൻ്റെ പടിപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഒരു ഫിനിസ് ഒരു ഫീൽ കൊടുന്നു. എനിക്ക് പിച്ച് ഔട്ടാണ് തോന്നിയത്. എനിക്കിതിൽ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് സുജയ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ സ്റ്റാമിന വേണം. വോയിസ് എയർ പുഷ് ചെയ്യുമ്പോഴല്ല എന്തായാലും വോയിസ് വരുന്നത്. പുഷ് കുറയുമ്പോൾ ലങ്സ് വീക്കാകുമ്പോൾ ഈ പുഷ് കുറയും. അതുകൊണ്ടാണ് പിച്ച് ഔട്ട് ചിലപ്പോൾ അങ്ങനെ വരുന്നത്. സോ എനിക്കത് തോന്നി എത്തേണ്ട നോട്ട് ഇത്തിരിയും കൂടി എത്തിയായിരുന്നെങ്കിൽ അത് പെർഫെക്റ്റ് ആയാണ്. പക്ഷേ ദർ ഇസ് എ മാജിക് ഇൻ ദാറ്റ് സോങ്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഐ ഫെൽ ദാറ്റ് മാജിക്. ആ പിച്ച് ഔട്ടും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിനൊരു കംപ്ലീഷൻ ഉണ്ടായിരുന്നു. ആ പിച്ച് ഔട്ട് മാത്രം നീ ഒന്ന് ശ്രദ്ധിക്കുക. അതായും കൂടി ആയിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി എ കംപ്ലീറ്റ്. ഈ പാട്ട് നന്നായി നിനക്ക് ഒന്നുകൂടി ചെയ്യാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ് വാവേ. സൂപ്പർ. താങ്ക് യു. സോ വിജയ് ചേട്ടാ? വെരി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഐ തിങ്ക് കഴിഞ്ഞ ഒരു 2 പെർഫോമൻസസ് ആയിട്ട് ഷാർലറ്റിൻ്റെ ഒരു വേറൊരു ബ്രൈറ്റർ ആൻഡ് എന്തോ സംതിങ് ബെറ്റർ അബൌട്ട് യുവർ വോയിസ് ആൻഡ് യുവർ പെർഫോമൻസ് ആൻഡ് യുവർ സുജാ ചേച്ചി പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ എവിടെ കിടപ്പുണ്ട്. അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഡൗൺ ആവും. പക്ഷേ യു സ്റ്റിൽ ബെറ്റർ ദാൻ ബിഫോർ. ആൻഡ് ഫേസിലും ആൻഡ് ഇപ്പോൾ രജിത്തേട്ടനും അഞ്ജലി ചേച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് തന്നെ കുറച്ചുകൂടെയും ബെറ്റർ ആണെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് അതിന് കാരണം? നിന്റെ അമ്മയാണോ അച്ഛനാണോ? ഒരു കാരണമില്ല. ഇല്ല. പക്ഷെ എന്താണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, വെറുതെ നോക്കിയതാ. കണ്ട അമ്മ, കണ്ട അമ്മ, കണ്ട എന്നുള്ള പോലെ അല്ലേ? എനിവേ, സോ ഇറ്റ്സ് ഗുഡ്. എപ്പോഴും നമ്മൾ പാട്ട് പാടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ തിങ് ഇസ് ശ്രുതി. സോ അത് ഒന്ന് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് യു ആക്ച്വലി സാങ് ദ സോങ് വെരി നൈസ്ലി. കുറേ സ്ഥലത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വോയിസിൻ്റെ ത്രോ ഒക്കെ നല്ല രസമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇനി എന്താ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്? മാർക്സ്. ഓക്കേ. വിജയ് ചേട്ടാ? ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? ഒരേ സ്വരം, 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? ശൂന്യ സന്ധ്യാംബരം. 24.5. ഓക്കെ ആണ് അല്ലേ? സന്തോഷല്ലേ? സന്തോഷം. ഓ സന്തോഷം. ഓക്കെ, ശരി. അപ്പൊ അടുത്ത പ്രാവശ്യം ആവുമ്പോഴേക്കും ഫുൾ ഓൺ എനർജി ആയിട്ട് വരാം. കുറെ ഭക്ഷണമൊക്കെ കഴിച്ചോ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കേ ദെൻ ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ്, ടോപ്പ് സ്കോറർ ഇറ്റ്സ് സൂര്യകിരൺ വിത്ത് 25 മാർക്സ്. സൂര്യകിരൺ വിത്ത് 25 മാർക്സ് ആണ് ഇന്നത്തെ ടോപ്പ് സ്കോറർ. സൂര്യ, ഓടി വന്ന് ഗിഫ്റ്റ് വാങ്ങൂ. പൂവും കൺകൾ മൂടും, പൂവിൽ വണ്ട് കൂടും, കണ്ട് പൂവും കൺകൾ മൂടും, പൂവിനം മാനാട് പോടും, വണ്ടുകൾ സംഗീതം പാടും, പൂവിനം മാനാട് പോടും, വണ്ടുകൾ സംഗീതം പാടും. അങ്ങനെ മറ്റൊരു മനോഹര എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. With lot more exciting performances we'll be coming back to you. So keep supporting and keep watching Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum. പൂവിനം മാനാട് പോടും, വണ്ടുകൾ സംഗീതം പാടും, പൂവിനം മാനാട് പോടും, വണ്ടുകൾ സംഗീതം പാടും, പൂവിൽ വണ്ട് കൂടും, കണ്ട് പൂവും കൺകൾ മൂടും, പൂവിൽ വണ്ട് കൂടും, കണ്ട് പൂവും കൺകൾ മൂടും.
പാടി പോടും വണ്ടുകൾ സംഗീതം പാടും പൂവിൽ വണ്ട് കൂടും കണ്ടു പൂവും കൺകൾ മൂടും ദം 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 ദം. സൂര്യ സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. അതെ, അപ്പൊ അതുകൊണ്ട് സൂര്യ എന്തായാലും ഇത് തകർത്തിട്ടുണ്ട്. വെരി നൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. സുജാത ചേച്ചി. സൂര്യ അസലായി പാടി മോനെ, നല്ലോണം പാടി. എനിക്ക് സെക്കൻഡ് ചരണം വലിയ ഇഷ്ടമായി. സെക്കൻഡ് ചരണം ആ ഒരു ഭാവം ഒക്കെ നല്ലതായിരുന്നു. ഫസ്റ്റ് പല്ലവിയിൽ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ചരണത്തിൽ ആ ഒരു സംഗതി കൊണ്ട് നിർത്തിയിട്ട് താഴത്തേക്ക് വരില്ല, അവിടെയും കുറച്ച് സ്ലിപ്പായി. ഇൻ ടോട്ടൽ ആസ് ഹി സെഡ്, മോൻ്റെ ഏരിയയാണ് ഈ പാട്ട്. യു ആർ കംഫർട്ടബിൾ ഇൻ സിംഗിങ്. എനിക്ക് സെക്കൻഡ് ചരണം വലിയ ഇഷ്ടമായി. താങ്ക് യു. ശരി മോനെ. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ, നീയാണോ ഈ സോങ് സെലക്ട് ചെയ്തത്? കൃഷ്ണൻ സർ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? നിന്റെ ജോൺറ എന്നുള്ളത് ആയതുകൊണ്ട് നീ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് പാടാമായിരുന്നു ചില സ്ഥലത്ത്. അത് ആ പല്ലവിയൊക്കെ സുജാത ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു ശ്രുതിയൊക്കെ. ബട്ട് അതർവൈസ് നന്നായിട്ട് പാടി. ഓക്കെ. ആൻഡ് ഈവൻ പറഞ്ഞ പോലെ ആസ് സോങ് പോകും തോറും നീ കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അത് അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ശ്രുതി ഇങ്ങനത്തെ ഒരു സോങ് എസ്പെഷ്യലി തുടക്കം ആലാപ്പ് വെച്ചൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ശ്രുതി ഹാസ് ടു ബി പക്ക. ഓക്കെ, അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഇവൻ്റെ നിനക്ക് എത്ര വയസ്സാണ്? 12, 13? അപ്പോൾ അവൻ്റെയും വോയിസ് പതുക്കെ ഇനി അല്ലേ ചേഞ്ച് ചെയ്യുന്നു. ഐ തിങ്ക് അതുകൊണ്ട് റേഞ്ചിൻ്റെയും താഴെയും മുകളിലും ഒക്കെ കുറച്ചൊന്ന് ഇതാവുന്നു. അപ്പോൾ താഴെ പോകുമ്പോഴൊക്കെ കുറച്ചൊരു സ്ലൈറ്റ് ഡിഫിക്കൽട്ടി ഉണ്ട്, പക്ഷെ എന്നാലും അത് അറിയുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഹൈ പോകുമ്പോഴും കുറച്ച് ഇതുണ്ടാവും. സോ അത് ജസ്റ്റ് ബി കെയർഫുൾ ഓഫ് ദ ശ്രുതി മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ആൻഡ് യുവർ എക്സ്പ്രഷൻ ആൻഡ് ഗമകങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. സൂര്യകിരൺ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായടാ. താങ്ക് യു സർ. നീ എൻ്റെ താടി കണ്ടിട്ട് പേടിച്ചോ? എൻ്റെ മുഖം മാറിയപ്പോൾ. നിന്റെ ജോൺറ ആണിത്. ദാറ്റ് ഈസ് യുവർ സ്ട്രോങ് പോയിന്റ്, വിച്ച് അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണൊരു ഇതാണ്. ഈവൻ സിമ്പിൾ പാട്ടും നിനക്ക് ആ ഒരു ലയത്തിലേക്ക് നീ കൊണ്ടുവരും. ഇതിനോട് കൂടിയിട്ടായതുകൊണ്ട് നിനക്ക് ഇറ്റ് വാസ് ആ ഒരു ടേക്ക് ഓഫും കൊണ്ടുപോകണതൊക്കെ നിനക്ക് ഈസിയാണ്. അതൊരു തരത്തിലൊരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സ്ട്രെങ്ത്ത് അവനുണ്ടാവണം, നല്ലതാണ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഡിസിഷൻ ആക്ച്വലി. നമ്മളെടുത്ത തീരുമാനം. നമ്മൾ ഓക്കെ, എനിക്ക് വെസ്റ്റേൺ ആണ്, ഞാൻ വെസ്റ്റേണിൽ സ്ട്രോങ് ആയി നിൽക്കണം. പക്ഷെ അല്ലാത്തതും ഞാനൊന്ന് ട്രൈ ചെയ്യണം, അത് മാത്രമല്ല. അപ്പം നീ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പാടുമ്പോൾ നിനക്കിതിൽ കൂടുതൽ നിനക്ക് ശക്തി കൂടും. ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ലോ എത്തുമ്പോൾ മാത്രം അവിടെ വന്നില്ല. അത് അവിടെ 2 കമ്പയർ ചെയ്തിട്ട് നീ കറക്റ്റ് ഒരു പിച്ചാണ് പിടിച്ചത്. ലോ എത്തുമ്പോൾ മാത്രം ആയില്ല, അധികം അങ്ങോട്ട് എറിച്ചില്ല എന്നുള്ളൂ. അല്ലാത്ത പക്ഷം യു ഡിഡ് എ ഫെയർ ഗുഡ് ജോബ് ഫോർ ദിസ്. ഓക്കെ, സോ കീപ് ഇറ്റ് അപ്പ്. പല സ്റ്റൈൽ എടുത്തിട്ട് വരിക, പ്രൂവ് ചെയ്യടാ. അത് നിനക്കെന്താ വെച്ചാൽ നിൻ്റെ തൊണ്ടയിൽ നല്ല വഴങ്ങുന്നുണ്ട് കുറേ കാര്യങ്ങൾ. നല്ല വഴക്കം, ഫ്ലെക്സിബിൾ നിൻ്റെ തൊണ്ടയ്ക്കുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ വേണ്ടാന്ന് നീ തന്നെ വിചാരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇനി നിനക്ക് അതത്ര വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെമി ക്ലാസിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കുറച്ച് അധികമായിട്ട് കേൾക്കുക. അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതൊക്കെ മോൻ്റെ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. സെമി ക്ലാസിക്കൽ മാത്രം മതി എനിക്ക് എൻ്റെ സ്ട്രെങ്ത് അതാണ്. അത് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചാൽ രണ്ടും കൂടെ കലക്കണ്ട. അതെന്തായാലും നിന്റെ ചോയ്സ് ആണ്. ഇപ്പൊ നിനക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അത് മാറ്റി വെക്കാം, അതിനെ പറ്റിയല്ല. പക്ഷേ ഇഫ് യു വാണ്ട് ടു സിംഗ്, കം ഇൻ ടു പ്ലേ ബാക്ക് സിംഗിങ് ഓൾസോ, എസ്പെഷ്യലി ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ വരുമ്പോൾ എല്ലാ പാട്ടും പാടേണ്ട കൊണ്ട് മോൻ ഇത് ഹിയറിംഗ് ഒരുപാട് ഡെവലപ്പ് ചെയ്യണം. ഞാനൊക്കെ അപ്ഡേറ്റഡ് ആണ് ഇപ്പോഴത്തെ പാട്ടുകാർ. ഞങ്ങളൊന്നും ഇപ്പം സിനിമയിലൊന്നും പാടുന്നൊന്നുമില്ല, പക്ഷെ ഐ ലൈക്ക്. കാരണം എന്തൊക്കെയാണ് വരണേന്ന് നമുക്കറിയാം, പുതിയത് എന്തൊക്കെയാണ് നടക്കണേന്ന് എല്ലാം അറിയാം എനിക്ക്.
Welcome to Superstar Junior. Powered by Nirapara, co-presented by Nandanam Sanitary. Superstar Junior. Superstar Junior. So നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ. ആൻഡ് നമുക്ക് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. സോ രജത്, അപ്പൊ ആ ഒരു എനർജിയിൽ തന്നെ ഉണ്ട്, നമ്മൾ എല്ലാവരും റെഡിയാണ്. ഇന്നത്തെ ഡേന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ജൂലൈ 24 വേൾഡ് പേരൻസ് ഡേ ആണ്. അപ്പോ അതിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അതെ, നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസം എന്നുള്ളതാണ്. പറഞ്ഞത് അതെ, അതേ പറഞ്ഞ ഓർക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മള് മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് പാരന്റ്സിനും കൂടിയിട്ടില്ല. നമുക്ക് വി ആർ ആസ്കിങ് യു ആസ് എ parent, how do you rate yourself? I love kids, so I've always been a very hands-on parent. എൻ്റെ രണ്ട് കുട്ടികളും ജനിക്കുന്ന സമയത്തും പോലും ഞാൻ അവിടെ ഡെലിവറി റൂമിലുണ്ടായിരുന്നതാണ്. സോ ഇപ്പോൾ അമയ ഹൂസ് 7 years മിസ്സസ് മീ എ ലോട്ട് മോർ. പക്ഷേ ചെറിയ ആൾ ഓൾറെഡി 10 മാസത്തിൽ തന്നെ ഞാനൊരു ചുമ്മാ ഒരു തൊപ്പി വെച്ച് തന്ന അല്ലെങ്കിൽ ഒരു ബാഗ് എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ തന്നെ ഇപ്പോൾ കരയാൻ തുടങ്ങും. സോ but maybe he doesn't realize, but he still starts crying. So being away from them is very difficult always. എന്നാലും അപ്പം പണ്ട് എൻ്റെ സുജിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അപ്പം ഞങ്ങളെ എന്താണ് ഫാമിലിയോടെ മൊത്തം അപ്രൂവ് ചെയ്ത്, അതായത് പ്രോഗ്രാംസ് എന്താണ് ചിലപ്പം യൂറോപ്പ് അങ്ങനെ അമേരിക്ക എന്നൊക്കെ 1.5 മാസമൊക്കെ ആയിരിക്കും, സ്കൂളിൽ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് കൊണ്ടുപോകും. അതൊരു അങ്ങനെ അത്ര അഡ്വൈസബിൾ കാര്യമല്ല, പക്ഷേ എൻ്റെ ഫാമിലിയിൽ അത് അലൗഡ് അല്ല, കുട്ടികളെ സ്കൂളിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ. അതും എസ്പെഷ്യലി ഇപ്പോൾ LKG ഫസ്റ്റ് ഗ്രേഡൊക്കെ ആണെങ്കിലും പോലും. സോ ഞങ്ങൾ അപ്പനെ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും, എൻ്റെ ചേട്ടൻ വിനോദായാലും അനിയൻ വിശാലായാലും, ഞങ്ങൾ 3 പേരെയും പ്രോഗ്രാംസിന് കൊണ്ടുപോകും, അമ്മയും ഞങ്ങളെല്ലാവരും. സോ അങ്ങനെ മിസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ I guess my kids do miss me a lot because I keep traveling a lot and it's okay. I mean, they'll eventually understand. Hopefully they'll forget. Yes, sure, adu orpana. Thank you so much. So Sujata Chechi, you are a good parent ennulla ellavarkum ariyam because everyone knows Shweta, but still we are asking you, how do you feel? I think more than a parent, ഞാനൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഫ്രണ്ട്സാണ്. എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കാവുന്ന ആൾക്കാരാണ്. ഈവൻ എല്ലാ ജോക്സും അങ്ങനെ ഒരു മോളാണെന്നൊന്നുമില്ല, ഞങ്ങൾ അത്ര ഫ്രീ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ദ പേരൻറ്റ് ശ്വേത എന്നും പറയാം, കാരണം ഞങ്ങളാണ് അവിടുത്തെ കിഡ്സ്. അഭിപ്രായമൊക്കെ ശ്വേത എടുത്ത് ചോദിച്ചാൽ ഷീ ഗിവ്സ് എ മെച്ചുവേർഡ് ഒരു ഡിസിഷൻ തരും. സോ ഐ തിങ്ക് ആസ് എ പേരൻറ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്വേതയുടെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ വയസ്സിൽ. അവൾ കൊച്ചായിരിക്കുമ്പോൾ അതിന് സംടൈംസ് ഐ ഫീൽ ഗിൽറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കരിയർ എന്ന് പറഞ്ഞ സാധനവും ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് പബ്ലിക്കിൻ്റെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പാട്ടിന് വേണ്ടി അലഞ്ഞു നടന്ന സമയങ്ങളിൽ അത് മിസ് ചെയ്തു. പക്ഷേ ഒരിക്കലും ശ്വേതയെ അത് ഒരു നാനിൻ്റെ അടുത്തോ അങ്ങനെ ആക്കിയിട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് നല്ലൊരു അമ്മയുള്ളതുകൊണ്ട് അമ്മ എന്നെക്കാട്ടും സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. സോ ഐ തിങ്ക് I am a pretty good, we are very good parents. So that's a very lovely parent here. Thank you so much. Very sweet. And yes, Stephen Cheta. ഞാൻ ഇതുവരെയും അറിയാത്തൊരു ലോകത്തേക്കാണ് എൻ്റെ മോൻ വന്നപ്പോൾ ഞാൻ പോയത്. ഞാൻ ഇത്രയും ആണെന്ന് എനിക്ക് കുട്ടികളെ ഇതേമാതിരി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ വേണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കുട്ടി ഉണ്ടായത്. സോ അത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ ഒരു അച്ഛൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന. പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്തണം, എങ്ങനെയെങ്കിലും അന്ന് വൈകുന്നേരം ഞാൻ പോവും, അല്ലച്ചാൽ രാവിലത്തെ ഫ്ലൈറ്റ് പോവും. പിന്നെ എൻ്റെ മോന് എന്നെയെന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ വന്നാൽ പിന്നെ എൻ്റെ വേറെ ആരും കൂടെ പോവില്ല, എൻ്റെ ഒക്കത്തന്നെ എങ്ങനെ ഇരിക്കുള്ളൂ. അവന് 1 വയസ്സുള്ളൂ. അവനെ കൊണ്ടേ ഇരുത്തി, അവനാണെങ്കിൽ എന്നെ തീരെ വായിപ്പിക്കാൻ വിടൂല. അവൻ്റെ മുകളിലിരിക്കണം, പിന്നെ കീൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുക, അതിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും. എന്നാലും ഞാൻ എൻ്റെ പ്രാക്ടീസ് അതിലും കൂടെ ഞാൻ ചെയ്യും, സൈഡിൽ കൂടെ ചെയ്യും. പക്ഷേ എന്തൊക്കെ എൻ്റെ പ്രാക്ടീസ് തെറ്റിയാലും ഇല്ലെങ്കിലും ദർ ഇസ് നത്തിങ് ലൈക്ക് ടു ബി എ ഫാദർ.
എൻ്റെ ജീവിതത്തിൽ. സോ ഐ എൻജോയ് ദാറ്റ് സോ മച്ച് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്ലെസ്സിങ്. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ ചേട്ടാ. ഈ ടൈമിൽ ഒരുപാട് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതുമാണല്ലേ. ഇപ്പോൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഒരുപാട് സ്ഥലത്ത് കാണും, നമ്മൾ വായിക്കുന്നു. അത് ഞങ്ങളുടെ 3 പേരുടെയും സൈഡിൽ നിന്ന് പറയുക, അവരുള്ള ആ ദിവസങ്ങൾ അവരുടെ കൂടെ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുക. അത് അവരെ കിട്ടാതെ വരുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ആ വിഷമം അറിയുക. സോ എൻജോയ് യുവർ പേരൻസ്. ആ അമ്മയും അച്ഛാന്ന് വിളിക്കുന്ന ആ സുഖം അത് വേറെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ലോകത്ത് എവിടെയാണെങ്കിലും കുറച്ച് 2 മിനിറ്റെങ്കിലും അച്ഛനമ്മമാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. ഇപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, അഞ്ജലി വേറെ ഫാമിലിയാണ്. അഞ്ജലി ജിത്ത് എത്രയും പെട്ടെന്നൊരു പാരന്റ് ആവാൻ ഞാൻ ആശംസിക്കുന്നു. അതെ, അഞ്ജലി എന്താ പറയുക, ആൻഡ് ബാലു ഒരു പക്ഷേ അടുത്ത പാരന്റ്സ് ഡേ ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ അഞ്ജലിക്കും അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റട്ടെ. രജിത്തിനും ഞാനിത് അനുഗ്രഹിക്കുന്നു. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അതെ, ഇല്ല ഞാനത് എപ്പോഴോ പറഞ്ഞിരിക്കുന്നു. ഐ എം ഓൾവേസ് എന്താ സിംഗിൾ എന്നുള്ള കാര്യം. എത്ര പക്ഷേ എടുത്ത് വിഷമം കൊണ്ടാ പറയണേ. രജിത്ത് എന്തായാലും സിംഗിൾ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് മതി ഈ സ്റ്റാറ്റസ്. ഓക്കെ, ഐ ഓപ്പണിംഗ് ആയിരുന്നു. താങ്ക് യു. സോ അഞ്ജലി, അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കിടക്കാലോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. സൂര്യകിരൺ. ഓടിച്ചാടി എന്തത് വേഗം പാടിയിട്ട് പോകാൻ വല്ല ധൃതി ഉണ്ടോ? പാടാനുള്ള എന്താ പറയാ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. അപ്പൊ എന്തായാലും വേഗം നമുക്ക് പാട്ട് നോക്കാം അല്ലേ? സോ റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഇളയരാജ ഹിറ്റ്സ്. മോനെ, അപ്പൊ ഇളയരാജ ഹിറ്റ്സിൽ ഏത് പാട്ടാണ്? കാതലോവം എന്ന ഫിലിമില് പൂവിൽ വണ്ട് എന്ന സോങ്. ഓക്കേ, ഭയങ്കര ക്ലാസിക് എന്താ പറയുക നൊസ്റ്റാൾജിക് സോങ് ആണ്. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ മോന്? പാടി തരാൻ അറിയോ? അറിയാം. ലിറിക്സ് ആരാന്നറിയോ? വൈരമുത്തു സാർ. കുഴപ്പമില്ല, നാഷണൽ അവാർഡ് വിന്നറാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. നല്ലൊരു മെലോഡി സോങ്ങുമായി നന്നായി പാടൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അങ്ങനെ കേൾക്കണം. കേൾവി ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും. അപ്പോൾ മോന് അത് ചൂസ് ചെയ്യുക. മോന് സെമി ക്ലാസിക്കൽ മോൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും ചിലപ്പോൾ സിനിമയിൽ പാടാൻ പറ്റും. മോന് അങ്ങനത്തെ പാട്ടുകൾ തരും അവർ. ഇപ്പം എത്ര ബോംബെ ജയശ്രീ പാടുന്നുണ്ട്, ശ്രീറാം പാർത്ഥസാരഥി, അവരൊക്കെ ഉഗ്രൻ കർണാട്ടിക് സിംഗേഴ്സാണ്. അപ്പോൾ ഈ ഹരിചരൺ, പക്ഷെ ഹരിചരനൊക്കെ ടോട്ടലി ചാടി, കർണാട്ടിക് സ്റ്റൈലേ വരില്ല. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇവർ പറയണത്. മനസ്സിലായല്ലോ എന്താ പറയണമെന്ന്? അപ്പൊ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അത് വേറെ കാര്യം, നിന്റെ ചോയ്സ് ആണത്. ബട്ട് എന്നാലും കേൾക്കണം നമ്മൾ. വേറെ വേറെ ആൾക്കാരുടെ ഒക്കെ കേട്ടാലേ നമുക്ക് ഐഡിയാസ് കിട്ടുള്ളൂ. ദെൻ വി ഗ്രോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നന്നായി ചെയ്യുക. എന്തെങ്കിലും ഡിഫറെൻ്റായി ചിന്തിക്കാൻ മനസ്സ് കൊടുക്കുക. ഓക്കെ, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. ഓക്കെ ഓക്കെ ചേക്കറെ. പക്ഷെ നീ ഇത് പ്രൂവ് ചെയ്തു. യു സാങ് വെരി വെൽ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഓക്കെ. സോ വിജയ് ചേട്ടാ. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. വണ്ടുകൾ സംഗീതം പാടും പൂവിനം മാനാട് പോടും. വണ്ടുകൾ സംഗീതം പാടും പൂവിൽ വണ്ട്. 8.5. Thank you.
ദീപൻ ചേട്ടാ. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. 8.5. Yes. 25. ഹാപ്പി ആണല്ലോ? ഹാപ്പി. ഓക്കെ. അപ്പോൾ കമന്റ്സ് ഒക്കെ പെർഫോമൻസ് ആയിട്ട് കേട്ട് അതെ. കം ബാക്ക്. ഓക്കേ. ഓക്കെ. All ഓൾ the ദി ബെസ്റ്റ്. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ് അത്. കൊണ്ടുവന്നതിൽ തന്നെ താങ്ക് യു. പേഴ്സണലായിട്ട് പറയാ, നീ ചെറിയ പെങ്ങളാണോന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. അല്ലെങ്കിൽ വേണ്ട. സോ നമുക്ക് സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ശിവാനി. ശിവാനി. രജത്. Yes. ഇതാരാണിത്? എവിടുന്ന് വന്നു? അതെ. എന്താണ് ശിവാനി കിട്ടിയ ഒരു കൗബോയ് ടച്ചിലൊക്കെ ആണല്ലോ. ഹാറ്റൊക്കെ എവിടുന്ന് കിട്ടി? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബൂട്ട്സ് ആണ്. അതെ. അടിപൊളിയായിട്ടുണ്ട്. വേണോ അഞ്ജലിക്ക് വേണോ അത്? അല്ല പ്രോഗ്രാം കഴിഞ്ഞിട്ട് തരും. അതെ പാട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുഴപ്പമില്ലല്ലേ. ഓക്കെ, അപ്പൊ അത് മേടിക്കാം. അപ്പൊ നമുക്ക് റൗണ്ട്സ് നോക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ശിവാനി കുട്ടി ചേട്ടാ. അപ്പൊ ഫാൻസും കാര്യങ്ങളൊക്കെയാണ്. അതെ. എനിക്ക് വയ്യ. ഇപ്പൊ ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം അല്ലേ? യെസ്, പറയൂ. ഞാൻ ബൈജു സി ആചാര്യ എന്നാണ് പേര്. ഓക്കെ. കൊല്ലത്താണ് വരുന്നത്. കൊല്ലം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ മൂലമറ്റം സെൻറ് ജോസഫ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മുടെ ശിവാനി കുട്ടിയുടെ ഏത് പെർഫോമൻസിലാണ് ഇത്രയും ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലാണ് ശിവാനി ശരിക്കും പരിചയപ്പെടുന്നത്. അന്ന് ആ സമയത്ത് നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചു, ഒരു പ്രോഗ്രാം വെച്ചു. ആ സമയത്ത് പ്രോഗ്രാം ചെയ്തു. അന്നാണ് ശരിക്കും ശിവാനിയുടെ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്ന, സോങ്സ് ഒക്കെ കേൾക്കുന്നത്. അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 പ്രോഗ്രാംസ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ശിവാനി. ചേച്ചിയുണ്ട്. ഹലോ, എന്താണ് പേര്? എൻ്റെ പേര് സരിത. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞതുപോലെ ഒരു ചാരിറ്റി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ശിവാനിയെ പരിചയപ്പെടുന്നത്. ശിവാനിയുടെ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്. ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കണ്ട പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പല പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഇളയരാജ ഹിറ്റ്സിൽ വന്നതും അങ്ങനെയായിട്ട് പല പാട്ടുകളും, മിക്ക എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് ശിവാനിയുടെ. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൽ, നിങ്ങളുടെ ഈ ഫാൻസ് ചോയ്സ് റൗണ്ടിൽ ഏത് പാട്ടാണ് ശിവാനി കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്? നമ്മൾ യായിരെ എന്ന് പറയുന്ന സോങ് ആണ് കൊടുത്തിരിക്കുന്നത്. രംഗീല. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ എന്താ അല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെയിറ്റ് ചെയ്യണ്ട, തുടങ്ങന്നെ. ഓക്കെ, ഡാൻസേഴ്സ് ഒക്കെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. चल मेरे संग संग हिले दुनिया के रंग हो जा रंगी
ചരങ്ങി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ ലാരേ, യായ് രേ, ചോലക കനച്ചല്ലേ. 8.5. 24.5. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ ഹാപ്പി ആവാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഹാപ്പി ആവാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജഡ്ജസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ ഈ റൗണ്ട് എന്താണ്? ഫാൻസ് ഓഡിയൻസ് ചോയ്സ് അല്ലേ? റൗണ്ട്. അവര് ഹാപ്പിയാണോ അറിയണ്ടേ? ചോദിക്കാം. ഓക്കേ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നന്നായിട്ട് പാടി. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. എങ്കിലും കുറച്ചുകൂടി എന്താ പറയാ, അടിച്ചു പൊളിക്കാമെന്ന് തോന്നുന്നു. അടിച്ചു പൊളിക്കാമായിരുന്നു തോന്നുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് കാരണങ്ങളുണ്ടേ, അതുകൊണ്ടാണ്. എനിക്കിവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. പറയൂ. ആദ്യം തന്നെ ശരിക്കും ശിവാനിയുടെ അമ്മയുടെ സോറി പറയാണ് പറയുന്നതിന്. ശിവാനിയെ സംബന്ധിച്ച് ഇപ്പൊ ചിരിച്ച് കളിച്ച് നടക്കുവാണ് ആള്. ശരിക്കും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ നല്ലൊരു സിംഗറാണ്, നമ്മുടെയൊക്കെ സീനിയറാണ്, ഏറ്റവും നല്ല സൂപ്പർ ഗായകനാണ്. അപ്പോൾ അച്ഛന് സുഖമില്ലാത്ത സമയത്ത് ശരിക്കും വീട്ടിലെ കാര്യങ്ങൾ ശിവാനി പ്രോഗ്രാമിന് പോയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഈ പ്രോഗ്രാമിന് ഈ എപ്പിസോഡ് ഇപ്പോൾ ശരിക്കും സ്പോൺസർ ചെയ്തേക്കുന്നത് ബ്രിട്ടോ ഡൊമിനിക് എന്ന് പറഞ്ഞ കൊല്ലത്തെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതേപോലെ അനിത ടീച്ചർ, അങ്ങനെ പല ആൾക്കാർ ഒരുപാട് സഹായിച്ചിട്ടാണ് ശരിക്കും ശിവാനി ഫ്ലോറിൽ നിൽക്കുന്നത് തന്നെ. താങ്ക് യു സോ മച്ച് ബ്രിട്ടോ ഡൊമിനിക്കും അനിത ടീച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള ഒരു യങ് ടാലന്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനും ഒരുപാട് നന്ദി. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ശിവാനിക്ക് വേണ്ടി ഒരു ഫാൻസ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു സ്വീകരണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, ശിവാനിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. അതൊരു വലിയ മനസ്സ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പാട്ട് നന്നായിരുന്നു. പിന്നെ കൂടുതൽ പറയാനുള്ള ഒരു ഇതാ. ഓക്കെ, അത് മനസ്സിലായി, കുഴപ്പമില്ല. എന്തായാലും അവര് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ. നിങ്ങൾ ലൈക്ക് എന്താണ് ഇനി നിങ്ങൾ പാടുവോ? നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി അല്ലെങ്കിൽ മോണോ ആക്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കലാപരമായിട്ട്? പാടാറുമുണ്ട്, മിമിക്രിയും ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഈ വേദിയിൽ പാട്ട് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്. മിമിക്രി ആദ്യമാണ്, നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടില്ല. സോ മിമിക്രി സ്റ്റേജിലേക്ക് വരൂ പ്ലീസ്. അത് ശരി, സഹായിക്കണോ ഞങ്ങള്? ഓക്കെ, ശിവാനിക്ക് ഇത് ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇത് രണ്ടും ഞാൻ എടുത്ത് രജത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുള്ളൂ. സമ്മതിക്കില്ല? ഓക്കെ, വരും മുമ്പിലേക്ക്. അപ്പോ നമ്മുടെ ശിവാനി കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ബൈജു ഏട്ടന്റെ ഒരു നല്ല പെർഫോമൻസ് ആണ്. ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? എന്താണ് സംഭവം? മിമിക്രിയാണ്. മിമിക്രി എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് പ്രിപ്പയർഡ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു 2 സ്റ്റാർ വോയിസ് ആണ്. ഓക്കെ, എല്ലാവരും കൈയടി കൊടുക്കൂ. ഓക്കെ, മലയാളത്തിന്റെ നമ്മുടെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വന്ന് ഇപ്പോൾ അടുത്ത് നായകനായി, പിന്നീട് അടുത്ത് വചൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു ചെറുപ്പക്കാരൻ, അവിടെ എറണാകുളത്തുകാരൻ ലാലു ലെക്സ്. ഓക്കെ, ലാലു ചേട്ടൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പേഴ്സണലായിട്ട് പറയാ, നീ ചെറിയ പെങ്ങളാണോന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. അല്ലെങ്കിൽ വേണ്ട, ഈ സ്വത്തുക്കളും സാമ്രാജ്യങ്ങളും മോഹിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് പെണ്ണിൻ്റെ അപ്പ. അത് കിട്ടാതെ ഞാൻ പോക്കില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അടുത്തതായി സെയിം അതേപോലെ തന്നെ മറ്റൊരു ലാൽ, അതായത് നടൻ, സംവിധായകൻ, ഇപ്പോൾ ഗായകൻ, നമ്മുടെ സിദ്ദിഖ് ലാൽ കൂടുതലിലെ ലാൽ സാർ. അവൻ ഗംഗാധരൻ്റെ ആരെന്നാ പറഞ്ഞത്? അനന്തരവന അവന് ഞങ്ങൾക്ക് വിട്ടുവന്നോട് സമീറ, നീതൊന്നും മഞ്ചാടിക്കുറുക്കല്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. നീ കൊടുക്കുന്ന ആഭരണപ്പാണ്. Thank you so much. That was really wonderful. Oh, very good. Thank you. ഞാൻ ജസ്റ്റ് വേറെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ 2 തൽക്കാലത്തേക്ക് വിളിച്ച് ശിവാനിക്കുട്ടിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും. അത് ഈ 2 തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടന്റെ പൊട്ടൻഷ്യൽ എത്ര ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ചക്കരക്കുട്ടിക്ക് വേണ്ടി സ്റ്റേജിൽ വന്നു. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ഇവിടെ
എന്താ പറയുക, ഞങ്ങളും പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചതിന് പ്രത്യേകിച്ച് ഒരു നന്ദി. താങ്ക് യു. എല്ലാവരും സംഗീതത്തിനെ സപ്പോർട്ട് ചെയ്യട്ടെ, ശിവാനിനെ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Okay. Thank you so much. Thank you both. So please keep supporting her. Thank you so much. Thank you Shivani. So ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം, ഷാർലറ്റ്. ഷാർലറ്റ് ദ പിങ്ക് ഡോൾ. നമ്മുടെ എല്ലാവരുടെ ഡോൾസ് ആണ് തോന്നുന്നത്. എല്ലാവരും ഓരോ പെർഫോമൻസിന് ഭയങ്കര പിങ്ക് ഡ്രസ്സും ഫ്രോക്ക് ഒക്കെ ആയിട്ട് ഭയങ്കര മാച്ചിങ് ഒക്കെ ആയിട്ടല്ലേ? അതെ. ഓക്കെ, ഷാർലറ്റ് മനസ്സിലായി റെഡി ആയിട്ട് കണ്ട് പാട്ട് പാടാം. നമുക്ക് റൗണ്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മദേഴ്സ് ചോയ്സ്. മദേഴ്സ് ചോയ്സ്. സോ അമ്മയുടെ ചോയ്സിലുള്ള പാട്ടാണ് മോള് പാടാൻ പോകുന്നത്. അപ്പൊ അമ്മയോട് ചോദിച്ചു നോക്കിയാലോ നമുക്ക്? അമ്മ പറയൂ, ഏത് പാട്ടാണ് ഷാർലറ്റ് ഇന്ന് പാടാൻ പോകുന്നത്? എൻ്റെ കാണാക്കുയിൽ എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരേ സ്വരം. ഒരേ സ്വരം. ഓക്കെ, അത് എന്താണ്? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ സെലക്ട് ചെയ്യാനായിട്ട്? കാരണം ഉണ്ട്. എന്താണ്, പറയൂ. എൻ്റെ അമ്മയ്ക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അമ്മയ്ക്ക് വേണ്ടി മൊത്തത്തിൽ ഒരു മദേഴ്സ് ചോയ്സ് ആണ്. മദേഴ്സ് ചോയ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി സ്വീറ്റ് സെലക്ഷൻ. അപ്പോ നമുക്ക് എന്തെങ്കിലും കേൾക്കാം. റെഡി അല്ലേ? അങ്ങനെ റെഡി ആയിട്ടില്ല. അല്ല, നമ്മൾ ഞങ്ങൾക്കറിയാം ഷാർലറ്റിന് കുറച്ച് സമയം കൂടി വേണം അല്ലേ? നമുക്ക് എല്ലാവർക്കും കുറച്ച് ചെറിയൊരു സമയം വേണം. അതുകൊണ്ട് സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. Something better about your voice and your performance. So Mother's Choice റൗണ്ടിൽ ഷാർലറ്റ് നമുക്ക് വേണ്ടി പാടുന്നു ഒരേ സ്വരം എന്ന അതിമനോഹരമായ ഗാനം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ.
എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. അത് കൊണ്ടുവന്നതിൽ തന്നെ താങ്ക് യു. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, ആദ്യം തന്നെ ശരിക്കും ശിവാനിയുടെ അമ്മയുടെ സോറി പറയാണ്. ഇയാളുടെ വോയിസിനൊരു ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് പാടുമ്പോ. ശിവാനിക്കുട്ടി ചേട്ടാ, ഹാറ്റും കണ്ണടക്കും എവിടെ പോയി? അടുപ്പി അവിടെ പോയോ? അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ട്. എന്താ ഞങ്ങൾക്കൊന്നും തരാത്തത്? യെസ്. അവിടെ ഒരു ഹാറ്റ് കൊടുത്തു, അവിടെ ഗ്ലാസ്. അതിന് യോഗം വേണം, യോഗം. അതാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടുപേരും കൂടി കാല് വീണ്. ശിവാനി ഷൂരി കൊടുക്കുക, ഷൂരി കൊടുക്കുക. ഓരോ ഷൂ അത് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തു. പാട്ട് കഴിഞ്ഞിട്ട് അത് ഓൾറെഡി 5 ബുക്ക് ചെയ്തു. അതും പോയി. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ആ ഉടുപ്പിലിരിക്കുന്ന പിന്നില്ലേ, ആ പിന്നെടുത്ത് എന്താണ് രജിത്തേട്ടന്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കുക. ഓഹോ, നെഞ്ചത്തേക്ക് വെച്ചോ. it's called Ashana, otherwise നെഞ്ച് or choleric port. Okay. Exactly, you translated my words. Yes, I know it. Okay, so ഈ രംഗീല പെർഫോമൻസിന് ഓക്കെ സുജാത ചേച്ചി ഭയങ്കര ക്യൂട്ടായിരുന്നു മോളെ. താങ്ക് യു ആൻറ്റി. ഇത് എടുത്ത് പറയേണ്ടത് ഇത് പാടിയ ആളെയാണ്. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, ഇങ്ങനെ കൊച്ചു പിള്ളേരിൽ നിന്ന് പാടുന്ന പോലെ ആയിരുന്നു ആ ജോഷും ആ ആറ്റിറ്റ്യൂഡും. ഹൂഫ്, ആ പാട്ട് കേൾക്കുമ്പോഴിങ്ങനെ കിടിലം ഇങ്ങനെ ഒരുമാതിരി ആവും നമ്മള്. മോൾക്കറിയാം ആശ ഭോസ്ലെ ആരാണെന്ന്? അറിയാ, കണ്ടിട്ടില്ല. അറിയാം, കണ്ടിട്ടില്ല എന്നുള്ളൂ. ഒരു നമ്മുടെ സിംഗിങ് ദിവ എന്ന് തന്നെ പറയാം. എല്ലാം അവർ ഭയങ്കര ആറ്റിറ്റ്യൂഡും ഡ്രസ്സിങ്ങും എല്ലാം ഭയങ്കര സിംഗർ എന്ന് വെച്ചാൽ ഭയങ്കര സിംഗറും ഭയങ്കര കുക്കാണ്. എല്ലാവരും ഒരു മൾട്ടി ടാലൻറ്റഡ് ലേഡിയാണ് ആശാജി. ആ പാട്ട് മോളും മോളുടെ വോയിസ് ത്രോയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ലെവലുണ്ടായിരുന്നു. ആ ആശാജി റോങ്കിലാരേ എന്നൊരു എടുക്കുമ്പോൾ ആ ഒരു ഓപ്പൺ ഇതില്ല, അതൊക്കെ കിട്ടി മോള് പാടിയപ്പോൾ. കുറച്ചും കൂടി സസ്റ്റെയിൻ വരായിരുന്നു അത് അരയില്. പിന്നെ അവസാനം തിരിച്ച് സായിലേക്ക് പോണില്ല. അങ്ങനെ അങ്ങനെ വിടാണ്, അതില്ല. എനിക്ക് ഈ പാട്ട് മോള് പാടുമ്പോൾ ഓർമ്മ, ഇത് ഇറങ്ങിയ സമയത്ത് റഹ്മാന്റെ കുറെ ഷോസ് ഞങ്ങൾ അബ്രോഡ് ചെയ്തതിൽ രംഗീലാരെ എനിക്കാണ്. ഒന്ന് ആലോചിച്ചു, ചുരിദാറൊക്കെ ഇട്ട് അനങ്ങാതെ വടിയായിട്ട് നിന്ന് രംഗീല പാടും. ഇപ്പൊ ആലോചിക്കും പയ്യേ ഒരനക്ക നേരെ ഇങ്ങനെ വന്ന് നിന്ന്. അത് കഴിഞ്ഞ് ഇതിന്റെ തമിഴ് വേർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. സോ എനിവേ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആൻഡ് അസലായിട്ട് ചെയ്തു മോള്. താങ്ക് യു ആൻറ്റി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ശിവാനി, ചേട്ടാ, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. അത് കൊണ്ടുവന്നതിൽ തന്നെ താങ്ക് യു. അപ്പോൾ കൊണ്ടുവന്നതിൽ ഇവർക്ക് താങ്ക് യു വേണം. താങ്ക്സ്. വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ഓഫ് AR എൻട്രിങ് ഇൻ ടു ബോളിവുഡ് അല്ലേ? ഇതിൻ്റെ റാപ്പ് നീ പാടിയായിരുന്നെങ്കിൽ ഒന്നും കൂടെ ക്യൂട്ടായനെ. അതെന്താ പാടാഞ്ഞ്? ഇത്ര എളുപ്പമുള്ള സാധനം, നിന്റെ രൂപത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം അത്. നീ തന്നെ അവിടെ ചേട്ടന് കൊടുത്ത് അറിയോ? ഒന്ന് പാടും. ഓക്കെ ഓക്കെ. यारो मेरे पास तो आओ, मेरी मुश्किल दूर भगाओ, कैप्री बोले मैं मिठाओ, बोले मैं मिठाओ, हॉर्लिक्स बोले मैं अच्छा हूँ, मैं बहुत കോംപ്ലാൻ പോലെ. ആണോ? എന്ത് രസം, എന്ത് ക്യൂട്ടാണ് ഈ പാടുന്നത്. അത് നിനക്കെന്നെ പാടാറുന്നത്. എനിക്കെന്തോ അമൽ റോയ് പാടിയതാണ് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത്. ശരിക്കും ഒരു 5 മാസം കൊച്ചുകുട്ടി പാടുന്നത് അത് ഭയങ്കര ക്യൂട്ടായി പോയി. അവനെ കണ്ടാലും തോന്നും നമുക്കൊരു. അത് ഒറിജിനൽ ആരാ പാടിയെന്നറിയോ ചക്കരെ? ആദിത്യ നാരായണൻ. ആരാ ആദിത്യ നാരായണൻ? ഒരു ചേട്ടനാണ്. ഒരു ചേട്ടനാണോ? അതൊരു ലെജൻഡിന്റെ മോനാണിത്. ഉദിത് നാരായണൻ എന്ന് പറഞ്ഞ പാട്ടുകാരന്റെ മകനാണ് ആദിത് നാരായണൻ. അപ്പൊ അത് നന്നായി. സ്റ്റൈല് മൊത്തം എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ മൊത്തം ആറ്റിറ്റ്യൂഡ്, ആ സോങ് എനിക്ക് എപ്പോഴും ശിവാനിയിൽ തോന്നിയതാണ്.
ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ മൊത്തം ടോട്ടാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ആ സോങ് നീ അങ്ങനെ കവർ ചെയ്യും. ആ ഫീൽ അതൊരു കഴിവാണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഒന്നുകൂടി താങ്ക് യു ഫാൻസ് ഫോർ ബ്രിങ്ങിങ് ദ സോങ് ടു ശിവാനി. താങ്ക് യു ജഗര ഫോർ ബ്രിങ്ങിങ് ദ സോങ്. ബൈ. ഓക്കെ, സോ വിജയ് ചേട്ടാ, ഈ കണ്ണാടി തിരിച്ച് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, വേണ്ട വേണ്ട, കുഴപ്പമില്ല. ശിവാനി എന്നോട് പറഞ്ഞു അത് ഞാൻ എന്തായാലും കണ്ണാടി തന്നതിനും ഇത്രയും ക്യൂട്ടായിട്ട് ഒരു പാട്ട് പാടിയതിന് രജിത്ത് ഇതൊന്ന് ശിവാനി കൊടുത്തേ ക്യാച്ച്. അപ്പോൾ ഇത് വിജയ് ചേട്ടൻ്റെ വക. സൺഗ്ലാസിന് സൺഗ്ലാസിന് എക്സ്ചേഞ്ച് ആണത്. അപ്പോൾ നല്ല അടിച്ചു പൊളിച്ച് പാടി. ഓക്കെ, ക്യൂട്ടായിരുന്നു. വേറെന്താ പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല, നല്ലായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ഡാൻസ് ചെയ്തു. നീ എന്താ ഇങ്ങനെ ഇത്രയും ഡാൻസ് ചെയ്യണത്? ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? ഞാനിങ്ങനെ ഇവിടുന്ന് കൈ കാണിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കറക്റ്റ് സിംഗിളെ വന്നു. ചേച്ചിമാരൊക്കെ അതന്നെ കളിച്ചോണ്ട്. അതെ, ഇല്ല അവൾക്കറിയാം, അവള് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്നില്ലായിരുന്നു. എന്താ? അല്ല, മറ്റേ വിജയ് ചേട്ടൻ പറഞ്ഞ ആക്ച്വലി നല്ല പോയിന്റ്. ബിക്കോസ് സാധാരണ ശിവാനെ എപ്പോഴും ഭയങ്കരമായിട്ട് കളിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നീ കളിക്കാത്ത? എവിടെ കളിച്ചു? ഒന്നും കളിച്ചില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യെസ്, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മാർക്സ് അറിയണ്ടേ? ഓക്കെ, വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി.